2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി പശ്ചിമ ബംഗാളിൽ പര്യടനം നടത്തുകയാണ് അമിത്ഷായും ജെ.പി. നദ്ദയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇത്തവണ 35 സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് 15 നേതാക്കൾ അടങ്ങുന്ന സംഘത്തെ രൂപീകരിച്ച് പ്രചരണ തന്ത്രങ്ങൾ നടപ്പിലാക്കാൻ ബംഗാളിൽ നേതൃത്വം തീരുമാനിക്കുന്നത്. 42 സീറ്റുകളുള്ള ബംഗാളിൽ 2019 തെരഞ്ഞെടുപ്പിൽ 18 സീറ്റുകളാണ് ബി.ജെ.പിക്ക് നേടാനായത്. 22 സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസും 2 കോൺഗ്രസും ജയിച്ചിരുന്നു. ഇത്തവണ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ ബി.ജെ.പിക്ക് സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് ബി.ജെ.പി. നേതൃത്വമുള്ളത്. എന്നാൽ മമത ഉയർത്തുന്ന വെല്ലുവിളി അത്ര ചെറുതല്ല. ബി.ജെ.പി. 2 അക്കം കാണില്ല എന്നുള്ള പ്രഖ്യാപനം ഇന്ത്യ മുന്നണി നടത്തിക്കഴിഞ്ഞു. എന്നാൽ ആ നീക്കങ്ങളെ തടയാനുള്ള തന്ത്രങ്ങളുമായിട്ടാണ് അമിത്ഷായുടെ വരവ്. തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് തന്നെ നേതാക്കളുടെ പ്രസ്താവനകൾ ഏറെ ജാഗ്രതയോടെ വേണമെന്നുള്ള താക്കീത് നൽകുകയും ചെയ്യുന്നുണ്ട് അമിത്ഷാ. അതിന് കരുവാക്കിയത് പശ്ചിമ ബംഗാളിലെ ബി.ജെ.പി. നേതാവ് അനുപം ഹസ്രയെയാണ്. ഒരു സത്യം അദ്ദേഹം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിലാണ് പാർട്ടി ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ നീക്കം ചെയ്തിട്ടുള്ളത്. പാർട്ടി നയത്തിൽ നിന്നും വ്യതിചലിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയാണ് അനുപം ഹസ്രയെ നീക്കം ചെയ്തത്. ജെ.പി. നദ്ദയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബംഗാളിൽ സന്ദർശനം നടത്തുന്ന ദിവസത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ നീക്കം ചെയ്ത ഉത്തരവ് ഇറങ്ങിയത് എന്നതും ശ്രദ്ധേയമാണ്. 2014 തൃണമൂൽ കോൺഗ്രസ് ടിക്കറ്റിൽ MP ആയ അനുപം ഹസ്ര പിന്നീട് ബി.ജെ.പിയിലേക്ക് ചേക്കേറുകയായിരുന്നു. ബി.ജെ.പിയിൽ പട്ടികജാതി വിഭാഗങ്ങളുടെ മുഖമായി മാറിയ അനുപത്തെ 2020 ബി.ജെ.പി. ദേശീയ സെക്രട്ടറിയാക്കി മാറ്റിയത്. ഈ വർഷം ബീഹാറിലെ പാർട്ടിയുടെ സഹ ചുമതലയും അദ്ദേഹത്തിന് നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം അനുപം ഹസ്ര നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ സ്ഥാനം നഷ്ടപ്പെടുത്തുന്നതിലേക്ക് എത്തിയിരിക്കുന്നത്. CBIയുടെയോ EDയുടെയോ സമൻസ് പ്രതീക്ഷിച്ച് നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസിലെ അഴിമതിക്കാരായ നേതാക്കൾ ബി.ജെ.പിയിൽ ചേരാൻ തന്നെ സമീപിച്ചാൽ മതിയെന്നായിരുന്നു അനുപം ഹസ്രയുടെ പ്രസ്താവന. ഏത് അഴിമതിയും വെളുപ്പിക്കാനുള്ള വാഷിംഗ് മെഷീനാണ് ബി.ജെ.പി. എന്ന തൃണമൂൽ ആരോപണത്തിന് ശക്തി പകരുന്നതായിരുന്നു അനുപം ഹസ്രയുടെ ഈ പ്രസ്താവന ബി.ജെ.പിയെ പ്രതിസന്ധിയിലാക്കിയതോടെ സംസ്ഥാന നേതാക്കളെല്ലാം ഇതിനോട് മൗനം പാലിക്കുകയാണ് ചെയ്തത്. ബി.ജെ.പിയിൽ ചേരുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് മടി തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന് എന്നെ ബന്ധപ്പെടാമെന്നും അനുപം ഹസ്ര വിവാദ പ്രസ്താവനയ്ക്കിടെ കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. ഈ പ്രസ്താവനയാണ് അനുപം ഹസ്രയുടെ പുറത്താകലിന് കാരണമായത്. ഇദ്ദേഹം പറഞ്ഞത് 100% സത്യമായ കാര്യങ്ങളാണ് എന്നത് കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പല അഴിമതിക്കാരും ബി.ജെ.പിയിലെത്തിയാൽ വിശുദ്ധരാകും എന്നുള്ള ഒരു മാന്ത്രികത രാജ്യത്ത് നമ്മൾ കണ്ടതാണ്. ആ ഒരു സത്യം വിളിച്ചു പറഞ്ഞതിനാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നടപടിക്ക് അനുപം ഹസ്രക്ക് വിധേയനാകേണ്ടി വന്നത്.